Hello everyone. Today we are going to discuss about content analysis. Qualitative research method ആയി കണ്ടന്റ് അനാലിസിസിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ഡിസ്കഷൻ UG 5ാം സെമസ്റ്റർ സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ച് നടത്തുന്നതാണ്. Okay, let us see what is content analysis. Content analysis is a research tool used to determine the presence of certain words within text or set of text. അപ്പം ചില വാക്കുകൾ അല്ലെങ്കിൽ ചില സെറ്റ് ഓഫ് വേർഡ്സ് നമ്മൾക്ക് ഒരു ടെക്സ്റ്റിലുണ്ടെങ്കിൽ അതിൻ്റെ പ്രസൻസ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിന് എന്തെങ്കിലും റിലേഷൻഷിപ്സ്, ഈ വേർഡ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്സ് ഉണ്ടോ, കോൺസെപ്റ്റിന് എന്തെങ്കിലും കോൺസെപ്റ്റുകൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്സ് ഉണ്ടോ, എന്താണ് അവിടെ ആ പെർട്ടിക്കുലർ മെസ്സേജിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ ഏത് ഓഡിയൻസിനെ ഉദ്ദേശിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്, ഈവൻ ഇൻ വിച്ച് കൾച്ചർ ആൻഡ് ദ ടൈം ഫ്രെയിം ഇൻ വിച്ച് ദിസ് ടുക്ക് പാർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്ത് നമ്മൾ നടത്തുന്ന ഒരു റിസർച്ചാണ് കണ്ടൻറ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് വി ആർ ഇൻ്റർപ്രറ്റിംഗ് വാട്ട് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ മെസ്സേജ്. ഒരു മെസ്സേജിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഇനി വേറൊരു ഡെഫിനിഷൻ പറയുന്നത് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് അനലൈസിങ് റിട്ടൺ, വെർബൽ ഓർ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ മെസ്സേജസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് കണ്ടൻറ്റ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് മീനിങ്സ്, സബ്ടെക്സ്റ്റ് ഓർ എന്ത് ഇൻറ്റൻഷനിലാണ് ഒരു മെസ്സേജ് നമുക്ക് അയച്ചേക്കുന്നത് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ചെയ്തേക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ കണ്ടൻറ് അനാലിസിസിൽ ചെയ്യുന്നത്. എങ്ങനെയാണ് കണ്ടൻറ് അനാലിസിസിൽ ഈ ഒരു റിസർച്ച് ഈ ഒരു കാര്യം കണ്ടെത്തുന്നത് എന്ന് ചോദിച്ചാൽ ത്രൂ എ സിസ്റ്റമാറ്റിക് ക്ലാസിഫിക്കേഷൻ പ്രോസസ് ഓഫ് കോഡിംഗ് ആൻഡ് ഐഡൻറ്റിഫൈയിങ് തീംസ് ഓർ പാറ്റേൺസ്. കണ്ടൻറ് അനാലിസിസിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പ്രോസസ്സിൽ കൂടിയാണ് നമ്മൾ ഈ അനാലിസിസ് നടത്തുന്നത്. അത് കോഡിംഗ് ഉണ്ട്, നമുക്ക് തീംസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പാറ്റേൺസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടൻറ് അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സബ്ജക്റ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ കണ്ടൻറ്റ് ഓഫ് ടെക്സ്റ്റ് ഡേറ്റയാണ് നമ്മളെപ്പോഴും കണ്ടൻറ് അനാലിസിസിൽ കൂടി ചെയ്യുന്നത്. ഇനി കണ്ടൻറ് അനാലിസിസ് നടത്തുമ്പോൾ എന്താണ് നമ്മുടെ യൂണിറ്റ് ഓഫ് അനാലിസിസ്? യൂണിറ്റ് ഓഫ് അനാലിസിസ് വളരെ ബ്രോഡായിട്ടുള്ള യൂണിറ്റ് ഓഫ് അനാലിസിസ് കണ്ടൻറ് അനാലിസിസിനുണ്ട്. ബുക്സ് ആവാം, ഇനി ചാപ്റ്റേഴ്സ് ആകാം, എസ്സേ ആകാം, ഇൻ്റർവ്യൂസ്, ഡിസ്കഷൻ, ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് ഓർ ആർട്ടിക്കിൾസ്, ഇനി ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ്, സ്പീച്ച്, കോൺവെർസേഷൻസ്, അഡ്വർടൈസിങ്, തിയേറ്റർ, informal conversation or really any occurrence of communicative language. അപ്പോൾ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് യൂണിറ്റ് ഓഫ് അനാലിസിസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ഓൾസോ ബി റെക്കോർഡഡ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻസ്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാളുടെ ഡയറി നമ്മൾ കണ്ടൻറ് അനാലിസിസ് നടത്തുന്നു. ആൾ എഴുതിയിരിക്കുന്ന ഡയറിയാണ്. അപ്പോൾ അതൊരു യൂണിറ്റ് ഓഫ് അനാലിസിസ് ആയിട്ട് നമുക്ക് ആ ഡയറി എൻട്രീസിനെ കാണാൻ പറ്റും. അതുപോലെ വീഡിയോസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജസ്, ഇപ്പോൾ മോഡേൺ സിസ്റ്റം അനുസരിച്ചിട്ട് ട്വീറ്റ്സ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അപ്ഡേറ്റ്സ്, ഇതൊക്കെ നമുക്ക് കണ്ടൻറ് അനാലിസിസ് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ കണ്ടൻറ് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ടെക്സ്റ്റിനെ നമ്മൾ ചില കോഡ്സ് ഉണ്ടാക്കും, അല്ലെങ്കിൽ കോഡ് ചെയ്ത് പല പീസസ് ആയിട്ട് മുറിച്ച് അല്ലെങ്കിൽ മാനേജബിൾ ആയിട്ടുള്ള കാറ്റഗറീസ് ആക്കി നമ്മൾ അതിനെ സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. അത് പല ലെവൽസിലായിരിക്കും. ചിലപ്പോൾ ഒരു വേർഡ് വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആ വേർഡിൽ അടങ്ങിയിരിക്കുന്ന മീനിങ് വെച്ചിട്ടായിരിക്കാം, ഫ്രേസസ് വെച്ചിട്ടായിരിക്കാം, സെൻറ്റൻസ് വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ തീംസ് വെച്ചിട്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പല കാറ്റഗറീസ് ആയിട്ട് ഈ യൂണിറ്റ് ഓഫ് അനാലിസിസിനെ നമ്മൾ തരംതിരിച്ചെടുത്തിട്ട് അതിനെ നമ്മൾ കണ്ടൻറ് അനാലിസിസ്, രണ്ട് പ്രധാനപ്പെട്ട തരത്തിലുള്ള കണ്ടൻറ് അനാലിസിസ് രീതികളിലാണ് നമ്മൾ ചെയ്യാറ്. ഒന്നെങ്കിൽ കോൺസെപ്ച്വൽ അനാലിസിസ് നമ്മൾ ചെയ്യും,
അതല്ല എങ്കിൽ റിലേഷണൽ അനാലിസിസ് ചെയ്യും. ഇനി കണ്ടൻറ് അനാലിസിസിനെ പറ്റിയിട്ടുള്ളൊരു ബ്രീഫ് ഹിസ്റ്ററി എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കണ്ടൻറ് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ആൻഡ് നമ്മൾ സാധാരണഗതിയിൽ അത് മാനുവലിയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഹ്യൂമൻ എറേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ടൈം കൺസ്ട്രെയിൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ പലപ്പോഴും നമ്മൾ വലിയ ടെക്സ്റ്റൊക്കെ ആണെങ്കിൽ അത് നമുക്ക് മാനുവലി ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യം ആയിരിക്കണമെന്നില്ല. ഇപ്പം 1940s കണ്ടൻറ് അനാലിസിസ് ചെയ്യുന്നൊരു സമയത്ത് നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയുന്നത് ആ ടെക്സ്റ്റിലുള്ള വേർഡ്സിൻ്റെ അപ്പം ഏതെങ്കിലുമൊക്കെ ഒരു വേർഡ്സ് അല്ലെങ്കിൽ കീ ഫ്രേസസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, അതിൻ്റെ ഒക്കറൻസ് എത്രത്തോളം ഉണ്ട്, അതായത് ഒരു ഫ്രീക്വൻസി, ആ ഒരു പെർട്ടിക്കുലർ വേർഡ് അല്ലെങ്കിൽ ടേം എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ആ ഒരു യൂണിറ്റിൽ വരുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുക ചെയ്യുന്നത്. ആൻഡ് കുറച്ചുകൂടി കഴിഞ്ഞൊരു 1950s ആയപ്പോഴത്തേക്കും വെറുതെ വേർഡ്സ് മാത്രമല്ല നമ്മൾ അനാലിസിസിന് യൂസ് ചെയ്തിരുന്നത്, പ്രത്യേകിച്ചും കോൺസെപ്റ്റ്സും നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. 1950s onwards we focused on concepts rather than simply words. അപ്പോൾ ഇപ്പം both these traditions are still continuing today. ഇന്ന് ഇപ്പോൾ ഈ രണ്ട് ട്രഡീഷൻസും, അതായത് വേർഡ്സ് യൂസ് ചെയ്യുന്നതും കോൺസെപ്റ്റ്സ് യൂസ് ചെയ്യുന്നതുമായ ട്രഡീഷൻസ് ഇന്നും കണ്ടൻറ് അനാലിസിസിൽ തുടർന്ന് വരുന്നുണ്ട്. ആൻഡ് റീസെൻ്റ്ലി ദർ ആർ സർട്ടൻ സോഫ്റ്റ്വെയർസ് വിച്ച് വാസ് ഡെവലപ്ഡ് ടു ഹെൽപ്പ് us ഇൻ ദ കണ്ടൻറ് അനാലിസിസ്. അപ്പം കണ്ടൻറ് അനാലിസിസ് ഒരേ സമയം ക്വാളിറ്റേറ്റീവ് കണ്ടൻറ് അനാലിസിസുമുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് കണ്ടൻറ് അനാലിസിസുമുണ്ട്. നേരത്തെ ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ അതൊരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് ടെക്നിക്കായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി കണ്ടൻറ് അനാലിസിസിൽ 3 ഡിഫറെൻ്റ് അപ്രോച്ചസ് ആണ് പൊതുവെ യൂസ് ചെയ്യുന്നത്: കൺവെൻഷണൽ, ഡിറക്റ്റഡ് ആൻഡ് സമ്മേറ്റീവ് അപ്രോച്ചസ്. എന്തായിരിക്കാം കൺവെൻഷണൽ അപ്രോച്ച്? കൺവെൻഷണൽ അപ്രോച്ചിൽ നമ്മൾ സാധാരണഗതിയിൽ കോഡിംഗ് സ്കീംസ് എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ഡേറ്റയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഡിറൈവ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ കോഡിംഗ് സ്കീംസ് ആർ ഡയറക്റ്റ്ലി ഡിറൈവ്ഡ് ഫ്രം ദ ടെക്സ്റ്റ് ഡേറ്റ. ഇനി അപ്പോൾ എന്തായിരിക്കും ഡിറക്റ്റഡ് അപ്രോച്ച്? ഡിറക്റ്റഡ് അപ്രോച്ചിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ചില തിയറീസ് ഉണ്ട്, അല്ലെങ്കിൽ ഏർലിയർ റിസർച്ചേഴ്സ് അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് എൻ്റെ കോഡിംഗ് നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഡിറക്റ്റഡ് അപ്രോച്ച്. ആൻഡ് ദ തേർഡ് വൺ ഈസ് സമ്മേറ്റീവ് അപ്രോച്ച്. സമ്മേറ്റീവ് അപ്രോച്ചിൽ കൗണ്ടിങ്ങും ഉണ്ട്, കമ്പാരിസൺസും ഉണ്ട്, ആ കീ വേർഡ്സിൻ്റെ കമ്പാരിസൺസും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അനാലിസിസ് വളരെ കാർഡിനലായി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൗണ്ടിങ് ആൻഡ് കമ്പാരിസൺ ഓഫ് കീ വേർഡ്സ് ഓർ കണ്ടൻറ്റ്, അതാണ് ഈ സമ്മേറ്റീവ് അപ്രോച്ചിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു വേർഡ് ഉണ്ടെങ്കിൽ ആ വേർഡിനെ കൗണ്ട് ചെയ്യുന്നുണ്ട്. കൗണ്ട് ചെയ്യുക മാത്രമല്ല, ആ കീ വേർഡ്സ് തമ്മിൽ കമ്പാരിസൺ, അല്ലെങ്കിൽ കീ കണ്ടൻറ്റ് തമ്മിൽ കമ്പാരിസണും നമ്മൾ നടത്തിയിട്ടാണ് അനാലിസിസ് നടത്തുക. അപ്പോൾ ഇവിടെ കൂടുതലും ഒരു ക്വാളിറ്റേറ്റീവ് അപ്രോച്ചിനുള്ള ഒരു പ്രൊവിഷൻ അവിടെ കൂടുതലുണ്ട്. ഏതിൽ? സമ്മേറ്റീവ് അപ്രോച്ച്. ഇനി കണ്ടൻറ് അനാലിസിസ് സാധാരണഗതിയിൽ 2 രീതിയിലാണ് ചെയ്യുന്നത്. വൺ ഈസ് കോൺസെപ്ച്വൽ അനാലിസിസ് ആൻഡ് ദ അതർ വൺ ഈസ് റിലേഷണൽ അനാലിസിസ്. എന്താണ് കോൺസെപ്ച്വൽ അനാലിസിസ്? ഡീൽസ് വിത്ത് ദ അനാലിസിസ് ഓഫ് എക്സിസ്റ്റൻസ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് കോൺസെപ്റ്റ് ഇൻ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ. അപ്പം നമ്മൾ ഒരു അനാലിസിസ് നടത്തുമ്പോൾ ഒരു ടേം ഉണ്ടെങ്കിൽ ആ ടേം എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ഒക്കർ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ആ ഒരു ടേം ആ ഒരു കണ്ടൻറ് ആ ഒരു ടെക്സ്റ്റിൽ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതെങ്കിൽ that comes under conceptual analysis. The second type of analysis is relational analysis. In relational analysis, we are analyzing the relationship of concept in human communication. അപ്പോൾ നമ്മളവിടെ ഒരു
ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനിലെ കോൺസെപ്റ്റുകൾക്ക് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നാണ് റിലേഷണൽ അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി കോൺസെപ്ച്വൽ അനാലിസിസ് എന്താണെന്ന് കുറച്ചുകൂടി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ എസ്റ്റാബ്ലിഷിംഗ് ദ എക്സിസ്റ്റൻസ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് കോൺസെപ്റ്റ്സ് മോസ്റ്റ് ഓഫൺ റിപ്രസെൻറ്റഡ് ബൈ വേർഡ്സ് ഓർ ഫ്രേസസ് ഇൻ എ ടെക്സ്റ്റ്. നമ്മളൊരു പോയറ്റിൻ്റെ ഇപ്പോൾ നമ്മൾ ഒരു പോയറ്റിൻ്റെ കൃതികൾ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ ഹങ്കറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ കോൺസെപ്ച്വൽ അനാലിസിസ് ആണ് എങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇപ്പം ഹങ്കർ, ഹംഗ്രി, ഫാമിഷ്ഡ്, സ്റ്റാർവിങ് ഇങ്ങനെയുള്ള വേർഡ്സ് ഈ പോയമിൽ എത്ര ഫ്രീക്വൻ്റായിട്ട് ഒക്കർ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. കോൺസെപ്ച്വൽ അനാലിസിസ് എന്ന് പറയുന്നത് തന്നെയാണ് തിമാറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ചില ടെക്സ്റ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ ആ ടെക്സ്റ്റിൽ ചില കാര്യങ്ങൾ ഇംപ്ലിസിറ്റ് ആയിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ എക്സ്പ്ലിസിറ്റ് ആയിട്ടും ഉണ്ടായിരിക്കും. അപ്പം എക്സ്പ്ലിസിറ്റ് ആണെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതേസമയം ഇംപ്ലിസിറ്റ് ആണെങ്കിൽ അത് ഏത് ലെവൽ വരെ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുകയും അതിലത്തൊരു സബ്ജക്റ്റീവ് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും ഒക്കെ ചെയ്യണം. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മളൊരു സബ്ജക്റ്റിവിറ്റി ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ കോഡ് ചെയ്യുമ്പോൾ ഇംപ്ലിസിറ്റ് ടേംസിനെ നമ്മൾ ചില ഡിക്ഷണറി ടേംസൊക്കെ വെച്ചിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ട് കോണ്ടെക്സ്ച്വൽ ട്രാൻസ്ലേഷൻ റൂൾസൊക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു കോൺസെപ്ച്വൽ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയായിരിക്കും? ഒന്നാമതായിട്ട് വി നീഡ് ടു ഡിസൈഡ് ദ ലെവൽ ഓഫ് അനാലിസിസ്. അപ്പോൾ നമ്മൾ ലെവൽ ഓഫ് അനാലിസിസ് ഏത് ലെവലിലാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ദെൻ ഡിസൈഡ് ഹൗ മെനി കോൺസെപ്റ്റ്സ് ടു കോഡ് ഫോർ. അപ്പോൾ എന്തൊക്കെ കോൺസെപ്റ്റാണ് കോഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു തീരുമാനം ഉണ്ടാവണം. ഡിസൈഡ് വെദർ ടു കോഡ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓർ ഫ്രീക്വൻസി ഓഫ് എ കോൺസെപ്റ്റ്. ഒരു കോൺസെപ്റ്റ് ഉണ്ടോ എന്നുള്ളതാണോ അതോ അത് എത്രത്തോളം ഫ്രീക്വൻ്റ് ആയിട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണോ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം. ദെൻ ഫോർത്ത് വൺ ഈസ് ഡിസൈഡ് ഓൺ ഹൗ യു വിൽ ഡിസ്റ്റിങ്വിഷ് എമംഗ് കോൺസെപ്റ്റ്സ്. ഇപ്പം കോൺസെപ്റ്റ്സുകൾ തമ്മിൽ എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും, അതിനെ എങ്ങനെയാണ് നിങ്ങൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ടും നമുക്കൊരു ധാരണ ഉണ്ടാവണം. ദെൻ ഡെവലപ്പ് റൂൾസ് ഫോർ കോഡിങ് യുവർ ടെക്സ്റ്റ്. അപ്പം നമ്മളൊരു ടെക്സ്റ്റ് കോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കോഡ് ചെയ്യുന്നതിന് ചില റൂൾസ് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് എടുക്കണം. ഇനി ചില സിറ്റുവേഷൻസിൽ നമുക്ക് ചില ഇൻഫർമേഷൻസ് ഇറലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഇറലവൻ്റ് ഇൻഫർമേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാവണം. ഇത്രയും കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു ടെക്സ്റ്റിനെ നമ്മൾ കോഡ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് കോഡ് ചെയ്തതിന് ശേഷമാണ് നമ്മളതിനെ റിസൾട്ട് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് റിലേഷണൽ അനാലിസിസ്. റിലേഷണൽ അനാലിസിസ് ഈസ് ഓൾസോ ടേംഡ് എസ് സെമാൻറ്റിക് അനാലിസിസ്. അപ്പം കോൺസെപ്ച്വൽ അനാലിസിസിനേക്കാൾ ഒരു പടി കൂടെ മുമ്പോട്ട് നിൽക്കുന്ന തരത്തിലുള്ള ഒരു അനാലിസിസാണ് റിലേഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കോൺസെപ്റ്റിനെ മാത്രമല്ല ആ കോൺസെപ്റ്റുകൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മളവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഫോക്കസ് എന്ന് പറയുന്നത് ഫോക്കസ് ഈസ് ടു ലുക്ക് ഫോർ സെമാൻറ്റിക് ഓർ മീനിങ് ഫുൾ റിലേഷൻഷിപ്സ്. ഇനി നമ്മൾ മുമ്പ് പറഞ്ഞ ഹങ്കറിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ചില വേർഡ്സ് ഓർ ഫ്രേസസ് അത് ഡയറക്റ്റായിട്ട് ആ വേർഡ് തന്നെ ഹങ്കർ എന്നുള്ള വേർഡോ അല്ലെങ്കിൽ ഫാമിഷ് എന്നുള്ള വേർഡോ ഒന്നും കൃത്യമായിട്ട് ഒക്കർ ചെയ്യണമെന്നില്ല. പക്ഷേ ഉള്ളിൽ ആ ഒരു കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിലുള്ള വേറെ സെൻറ്റൻസസോ ഫ്രേസസോ ഒക്കെ ഉണ്ടാവാം. സോ അങ്ങനെയുള്ളതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട് എവിടെ? റിലേഷണൽ അനാലിസിസിൽ. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻറ്റ് മീനിങ്സ് ഇതിൻ്റെ അകത്തുനിന്ന് എമേർജ് ചെയ്യുന്നുണ്ടോ? ഈ ടേം കൊണ്ട് ഫിസിക്കൽ ഹങ്കർ മാത്രമല്ല വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഹങ്കർ, ഇപ്പോൾ പോയറ്റിക് ലാംഗ്വേജിൽ വേറെ എന്തെങ്കിലും തരത്തിലാണോ ആ ഹങ്കറിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്? ഇതൊക്കെ റിലേഷണൽ അനാലിസിസിൽ വരുന്ന കാര്യങ്ങളാണ്.
ഈ റിലേഷണൽ അനാലിസിസിൻ്റെ ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ 2 പ്രധാനപ്പെട്ട തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്സാണ് പറയാറ്. ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് കോഗ്നിറ്റീവ് സയൻസ് എന്നുള്ള 2 ബേസിക് ആയിട്ട് അല്ലെങ്കിൽ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയററ്റിക്കൽ ഇൻഫ്ലുവൻസസ് ആണുള്ളത്. ലിംഗ്വിസ്റ്റിക്സ് ആണ് എങ്കിൽ ദ ഫോക്കസ് ഓഫ് അനാലിസിസ് linguistics focuses analysis of text on the level of a linguistic unit. ഇപ്പോൾ ഒരു ലാംഗ്വേജിൻ്റെ ലെവലിൽ ആ ഒരു ലിംഗ്വിസ്റ്റിക് യൂണിറ്റ് ആക്കിയിട്ടാണ് ലിംഗ്വിസ്റ്റിക്സിൻ്റെ അകത്ത് നമ്മൾ സാധാരണഗതിയിൽ ഈ അനാലിസിസ് നടത്തുക. അപ്പോൾ നമ്മുടെ സ്കോർസ് ബേസ്ഡ് ഓൺ സെവറൽ ഇമോഷൻസ്, സൈക്കോളജിക്കൽ സ്കിൽസ് ഇങ്ങനെയുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ നമുക്ക് സ്കോർസ് കിട്ടുക. അതുപോലെ ടു കോഡ് എ ടെക്സ്റ്റ് ഗ്രാമാറ്റിക്കലി ഇൻ ടു ക്ലോസ് ആൻഡ് പാർട്സ് ഓഫ് സ്പീച്ച് ടു എസ്റ്റാബ്ലിഷ് എ മാട്രിക് റെപ്രസെൻറ്റേഷൻ, ഇതൊക്കെ ലിംഗ്വിസ്റ്റിക്സ് അപ്രോച്ചിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞു കോഗ്നിറ്റീവ് സയൻസസ് അപ്രോച്ചസിലാണെങ്കിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. വൺ ഈസ് ഡിസിഷൻ മാപ്പ് ആൻഡ് ദ അതർ വൺ ഈസ് മെൻ്റൽ മോഡൽ. ഡിസിഷൻ മാപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ട്രൈങ് ടു അറ്റംപ്റ്റ് ടു represent the relationship between ideas, beliefs, attitudes and information available to an author when making a decision within a text. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു റിലേഷൻഷിപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലോജിക്കലായിട്ടും ഇൻഫറൻഷ്യലായിട്ടും ചിലപ്പം കാഷ്വലായിട്ട് these relationships can be represented as logical, inferential, causal, sequential and mathematical relationships. അപ്പോൾ നമുക്ക് ഈ റിലേഷൻഷിപ്സിനെ ഇങ്ങനെ എന്ത് തരത്തിലുള്ള റിലേഷൻഷിപ്സ് ആക്കിയും റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് typically 2 of these links are compared in a single study and are analyzed as networks. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റഡി തന്നെ രണ്ട് കാര്യങ്ങളെ നമ്മൾ ലിങ്ക് ചെയ്തിട്ട് ചില നെറ്റ്വർക്ക്സിൻ്റെ രീതിയിൽ അതിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഡിസിഷൻ മാപ്പ് എന്ന് പറയുന്നു. സെക്കൻഡ് വൺ ഈസ് മെൻ്റൽ മോഡൽ. മെൻ്റൽ മോഡൽസ് ആർ ഗ്രൂപ്സ് or networks of interrelated concepts that are taught to reflect conscious or subconscious perceptions of reality. അപ്പോൾ അവിടെ പല നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ കുറേ ഗ്രൂപ്പുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നെറ്റ്വർക്ക്സ് ഓഫ് ഇൻ്റർ റിലേറ്റഡ് കോൺസെപ്റ്റ്സ് ആകാം. അതെന്തിനാണ്? ടു റിഫ്ലക്റ്റ് കോൺഷ്യസ് ഓർ സബ് കോൺഷ്യസ് പെർസെപ്ഷൻസ് ഓഫ് റിയാലിറ്റി. അതിന് സബ് കോൺഷ്യസ് പെർസെപ്ഷൻസ് ഓഫ് റിയാലിറ്റിയെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ മെൻ്റൽ മോഡൽസ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ കോഗ്നിറ്റീവ് സയൻറ്റിസ്റ്റ് they use internal mental structures are created as people draw inferences and gather information about the world. Mental models are often specific approach to mapping because beyond extraction and comparison, because they can be numerically or graphically analyzed. അപ്പം ഈ മെൻ്റൽ മോഡൽസിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാനുവലി ചെയ്യുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പം ദർ ആർ സർട്ടൻ കമ്പ്യൂട്ടർ programs or softwares which are able to help to create these mental models. Okay. ഇനി കോഗ്നിറ്റീവ് സയൻസ് അപ്രോച്ച് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് 5 ജനറൽ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണുള്ളത്. വൺ ഈസ് ഐഡൻറ്റിഫൈങ് ദ കോൺസെപ്റ്റ്, ദെൻ സെക്കൻഡ് വൺ ഈസ് ഡിഫൈനിങ് റിലേഷൻഷിപ്പ് ടൈപ്സ്, third one is coding the text on the basis of 1 and 2, that is identifying concept and defining relationship types. Then fourth one is coding the statement, and fifth one is graphically displaying and numerically analyzing the resulting maps. ഇനി നമ്മുടെ റിലേഷണൽ അനാലിസിസിൽ 3 സബ് കാറ്റഗറീസ് ആണുള്ളത്: അഫക്റ്റ് എക്സ്ട്രാക്ഷൻ, പ്രോക്സിമിറ്റി അനാലിസിസ് ആൻഡ് കോഗ്നിറ്റീവ് മാപ്പിംഗ്. ഇനി നമ്മൾ റിലേഷണൽ അനാലിസിസ് ആണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിതിൻ്റെ ഒത്തിരി ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, കാരണം ഒരു UG ലെവലിൽ നമ്മളൊരു റിലേഷണൽ അനാലിസിസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി റിലേഷണൽ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് വിത്ത് ദ ഗൈഡൻസ് ഓഫ് യുവർ ടീച്ചർ. അപ്പോൾ എന്താണ് അതിൻ്റെ സ്റ്റെപ്സ് എന്ന് ഞാൻ പറയാം. വൺ ഈസ് ഐഡൻറ്റിഫൈങ് ദ ക്വസ്റ്റ്യൻ,
choose a sample or samples of analysis, determine the determine the type of analysis. Fourth one is to reduce the text to categories and codes for words or patterns. Fifth one is to explore the relationship between concepts. ആ ഒരു ഫിഫ്ത്ത് പോയിന്റിന് ഒരു 3 സബ് പോയിന്റ്സ് ഉണ്ട്. വാട്ട് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് റിലേഷൻഷിപ്പ്, സൈൻ ഓഫ് എ റിലേഷൻഷിപ്പ് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിലേഷൻഷിപ്പ്. ആ ഒരു 3 കാര്യങ്ങൾ അവിടെ നമ്മൾ റിലേഷൻഷിപ്പ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ആൻഡ് 6th one is code the relationship. 7th one is perform a statistical analysis, and 8 is map out the representations. അപ്പം ഇങ്ങനെ 8 സ്റ്റെപ്സിൽ കൂടാണ് റിലേഷണൽ അനാലിസിസ് നമുക്ക് മുമ്പോട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത് 2 പ്രധാനപ്പെട്ട രീതിയിലുള്ള കണ്ടൻറ് അനാലിസിസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. കോൺസെപ്ച്വൽ അനാലിസിസിനെ കുറിച്ചും പറഞ്ഞു, റിലേഷണൽ അനാലിസിസിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ യു ജിക്ക് ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങളെ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പ്രോസസ് ഓഫ് കണ്ടൻറ് അനാലിസിസ്. അപ്പോൾ ഒന്നാമത്തെ പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നു ഐഡൻറ്റിഫൈ യുവർ റിസർച്ച് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ കണ്ടൻറ് അനാലിസിസ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മീഡിയയിലുള്ള വയലൻസിനെ കുറിച്ചിട്ടാണ് ഞാൻ സ്റ്റഡി നടത്തുന്നത്. ഇനി അതല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ സ്റ്റഡി നടത്തുന്നത്. ഇനി അതല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള സൂയിസൈഡിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളുണ്ട്, അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ സ്റ്റഡി നടത്തുന്നത്. അല്ലെങ്കിൽ സൂയിസൈഡിനെ കുറിച്ചിട്ടാണ് ഞാൻ സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ, നമ്മൾ നോർമലി റിസർച്ചിൽ എപ്പോഴും ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ കണ്ടൻറ് അനാലിസിസിലും നമുക്കൊരു റിസർച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. സെക്കൻഡ് വൺ ഈസ് സെലക്ട് യുവർ സാമ്പിൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പം ഞാൻ അഡ്വർടൈസ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ സ്റ്റഡി നടത്തുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ അഡ്വർടൈസ്മെൻറ്റ് എനിക്ക് കിട്ടാൻ പല സോഴ്സസ് ഉണ്ട് അല്ലേ. അപ്പോൾ പല സോഴ്സസ് എന്ന് പറയുന്നത് മേ ബി ചിലപ്പം ഓഡിയോ വിഷ്വൽ ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്, പ്രിൻറ്റ് മീഡിയയിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്. ഇങ്ങനെ പല തലങ്ങളിൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് കിട്ടും. ഓക്കെ, അപ്പം ഞാൻ ആ പല തലത്തിൽ നിന്ന് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് കിട്ടും എന്നുള്ളത് നമ്മുടെ പോപ്പുലേഷനാണ്. അതിൻ്റെ അകത്ത് നിന്ന് ഞാൻ പെർട്ടിക്കുലറായിട്ട് ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാഗസിൻ, ആ മാഗസിൻ മാത്രം എടുക്കുകയാണെങ്കിൽ ആ മാഗസിൻ എന്ന് പറയുന്നത് നമ്മുടെ സാമ്പിളാണ്. അല്ലെങ്കിൽ ആ സാമ്പിളിൻ്റെ അകത്ത്, അതായത് ഒരു പെർട്ടിക്കുലർ മാഗസിനിൽ നിന്ന് മാത്രമുള്ള അഡ്വർടൈസ്മെൻറ്റാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ആ മാഗസിനാണ് നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത്. ആ സാമ്പിളിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഒറ്റ എഡിഷനിലുള്ള മാഗസിൻ ആയിരിക്കില്ല നമ്മൾ യൂസ് ചെയ്യുക. ചിലപ്പം ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള 6 എഡിഷൻസ് നമ്മൾ എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, വൺസ് ഇൻ എ മന്ത് പബ്ലിഷ് ചെയ്യുന്ന മാഗസിനാണ് എങ്കിൽ ഞാൻ ജാനുവരി തൊട്ട് ജൂൺ വരെ ഉള്ളത്, 2020 ജാനുവരി തൊട്ട് 2020 ജൂൺ വരെ ഉള്ള മാഗസിൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ അതാണ് നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ സാമ്പിളിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഈ സാമ്പിളിലെ മെറ്റീരിയൽസ് നമ്മൾ സെലക്ട് ചെയ്യുവാണല്ലോ. അപ്പോൾ ആ മെറ്റീരിയൽസിനെ ബേസ് ചെയ്ത് നമ്മൾ ആ സാമ്പിളിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമുക്ക് എന്തൊക്കെ മേജർ തീംസ് ആണ് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. ഞാൻ അഡ്വർടൈസ്മെൻറ്റ്സിനെ കുറിച്ചാണ് ഞാൻ സ്റ്റഡി നടത്തിയത്. അപ്പം ആ സ്റ്റഡി നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ മാഗസിൻസിൻ്റെ അകത്ത് വന്നിരിക്കുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് ഞാൻ നോക്കണം, നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ യു ക്യാൻ ഐഡൻറ്റിഫൈ സർട്ടൻ തീംസ് ഇൻ ദീസ് അഡ്വർടൈസ്മെൻറ്റ്സ്. ഇപ്പം ചില മാഗസിൻസിൽ, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ യാത്ര എന്ന് പറയുന്ന മാഗസിൻ ആണെങ്കിൽ ആ യാത്രയിൽ വരുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ് ആയിരിക്കും വരിക. അതേസമയം നമ്മളൊരു വിമൻസ് മാഗസിൻ എടുക്കുകയാണ്, വനിതയാണ് എടുക്കുന്നതെങ്കിൽ അതിൽ വരുന്ന ആർട്ടിക്കിൾസ് പ്യോർലി ഫോക്കസിങ് ഓൺ വിമന് അല്ലെങ്കിൽ വിമൻ, ചൈൽഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എടുത്തിക്കുന്ന സാമ്പിൾ, ആ സാമ്പിളിലെ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട്
മനസ്സിലാക്കണം. ആ മനസ്സിലാക്കിയതിൻ്റെ ബേസിൽ വി നീഡ് ടു ഐഡൻറ്റിഫൈ, അല്ലെങ്കിൽ നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കണം, തീമിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ആ തീംസിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇനി നാലാമത്തെ ഒരു ഘട്ടമാകുമ്പോൾ നമ്മൾ ഈ പറയുന്ന തീംസ് ഉണ്ടാക്കി ആ തീംസിനെ ഒരു ബേസ് ചെയ്ത് നമ്മളൊരു കോഡിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സ്കീം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് നമ്മൾ ഈ ഇൻഫർമേഷൻസിനെ കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. ഇപ്പം കോഡിങ് എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾക്ക് മെയിൽ ഫീമെയിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ SPSSൽ നമ്മൾ ചെയ്യുമ്പോൾ മെയിലും ഫീമെയിലും നമ്മൾ ഒരിക്കലും എൻ്റർ ചെയ്യുന്നില്ല. പകരം നമ്മൾ അവിടെ എൻ്റർ ചെയ്യുന്നത് മെയിലിന് ചിലപ്പോൾ 1 ആയിരിക്കും, ഫീമെയിലിന് 2 ആയിരിക്കും എൻ്റർ ചെയ്യുന്നത്. സോ ഈ 1, 2 മെയിൽ ഈസ് ഈക്വൽ ടു 1, ഫീമെയിൽ ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുകയാണെങ്കിൽ അത് ഒരു കോഡാണ്. സോ ഇങ്ങനെ ചില ക്വാണ്ടിഫയബിൾ ഫോമിലേക്ക് നമ്മളിതിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന കോഡ്സ്, അപ്പം ഈ കോഡ് ചെയ്യുന്നതിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ട്രെയിനിങ് ആവശ്യമാണ്. ആൻഡ് ആസ് എ UG സ്റ്റുഡൻറ്റ് ഇറ്റ് ഈസ് എ ലേണിംഗ് എക്സ്പീരിയൻസ് ഫോർ യു പീപ്പിൾ. ഓക്കെ, സോ ഒരു കോഡിംഗ് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അതിനൊരു സ്കീം ഉണ്ടാക്കുന്നു. ഇനി അഞ്ചാമതായിട്ട് ഈ നമ്മൾ തീംസ് ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ തീംസിൽ ചില കാര്യങ്ങളൊക്കെ ഓവർലാപ്പ് ചെയ്ത് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഐഡൻറ്റിഫൈ ചെയ്ത തീംസിൽ കൃത്യമായ ഒരു ഓപ്പറേഷണൽ ഡെഫിനിഷൻ നമ്മൾ ചെയ്തു വെക്കണം. കാരണം ഇന്ന കാര്യമാണ് ഞാൻ ഈ ഒരു തീമിൽ ഉദ്ദേശിക്കുന്നുള്ളൂ, അത് മാത്രമേ ഞാൻ അവിടെ സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പറേഷണൽ ഡെഫിനിഷൻ നമുക്കവിടെ ഉണ്ടാവണം. ആൻഡ് സിക്സ്ത് വൺ ഈസ് നമുക്ക് യു ക്യാൻ ക്ലാസിഫൈ ദ കണ്ടൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദീസ് തീംസ് ഓർ കാറ്റഗറീസ്. അപ്പോൾ നമ്മൾ മുമ്പ് കണ്ടുപിടിച്ച കാറ്റഗറി ഉണ്ട്, അല്ലെങ്കിൽ തീംസ് ഉണ്ട്. ആ തീംസിൻ്റെ ബേസിൽ നമ്മളുടെ കണ്ടൻറ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, ഇനി ചില സമയത്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വരുമ്പം കുറേ കാര്യങ്ങൾ നമ്മുടെ കാറ്റഗറിയിൽ ഒന്നും ഫിറ്റ് ചെയ്യാതെ നിൽക്കുന്നുണ്ടാവും. അപ്പം എന്നാൽ അത് നമ്മുടെ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡും ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാറ്റഗറീസിനെ നമ്മൾ ഒരു പുതിയ കാറ്റഗറി ആയിട്ട് മിസലേനിയസ് അല്ലെങ്കിൽ അതേഴ്സ് എന്നുള്ളൊരു ടൈറ്റിൽ കൊടുത്ത് വേണം അവരെ നമ്മൾ കൺസിഡർ ചെയ്യാൻ. അതായത് അല്ലാണ്ട് നമ്മൾ അവരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫിറ്റ് ചെയ്യാത്ത കാറ്റഗറീസിനെ നമ്മൾ അവോയ്ഡ് ചെയ്യല്ല ചെയ്യേണ്ടത്, മറിച്ച് നമ്മളതിനെ ഇൻക്ലൂഡ് ചെയ്യണം. ആ ഇൻക്ലൂഡ് ചെയ്യുന്നത് അത് മാത്രം, അങ്ങനെയുള്ളത് മാത്രം ഒരു കാറ്റഗറി ആക്കി നമ്മൾ ഫോം ചെയ്ത് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ മിസലേനിയസ് ഗ്രൂപ്പും ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പം വി ക്വാണ്ടിഫൈ ദ തീംസ്. അപ്പം നമ്മൾ ഈ തീംസിനെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്തു. ചിലപ്പം കൗണ്ടിങ് ഫ്രീക്വൻസീസ് മാത്രമായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പം ഇങ്ങനെ ചില സമയത്ത് നമ്മൾ ക്വാളിറ്റേറ്റീവും അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവുമായിട്ടും നമ്മൾ ചിലപ്പം ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് കണ്ടൻറ്റ് അനാലിസിസിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ കണ്ടൻറ്റ് അനാലിസിസ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ കണ്ടൻറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇതൊരു റിസർച്ചാണ്. റിസർച്ചിൻ്റെ ബേസിക് ഡോക്ട്രീൻസ് ആയിട്ടുള്ള ഒബ്ജക്റ്റിവിറ്റി, സിസ്റ്റമാറ്റിക്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ വാലിഡിറ്റി ഓർ ജനറലൈസബിലിറ്റി, ഇതൊക്കെ നമ്മൾ നമ്മുടെ കണ്ടൻറ്റ് അനാലിസിസ് നമ്മൾ നടത്തുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇപ്പം നമ്മൾ ഈ കണ്ടൻറ്റ് അനാലിസിസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങൾ ഒരു ഹോട്ടലിൽ പോകുന്നു ആൻഡ് യു ഹാവ് 500 rupees ഇൻ യുവർ പോക്കറ്റ്. നിങ്ങൾ 2 പേരുണ്ട്. അപ്പോൾ നിങ്ങൾ 2 പേര് 500 രൂപയുള്ളൂ. ഒരു ഹോട്ടലിൽ പോകുന്നു, മുന്തിയൊരു ഹോട്ടലാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പം നമ്മൾ ലിസ്റ്റ് മെനു കണ്ടപ്പം അതിൻ്റെ അത് കുറേ കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചൈനീസ് ഡിഷസ്, ഇറ്റാലിയൻ ഡിഷസ്, ഇന്ത്യൻ ഡിഷസ്, ഇങ്ങനെ പല വെറൈറ്റി, അമേരിക്കൻ, ഇങ്ങനെ പല വെറൈറ്റി ഓഫ് ഡിഷസിൻ്റെ ഒരു കാറ്റഗറി കൊടുത്തേക്കുക. ഈ കാറ്റഗറി എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു പോപ്പുലേഷനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ
അപ്പം ഇന്ത്യൻ ഫുഡ് സെലക്ട് ചെയ്തു എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ഇന്ത്യൻ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റാണ്. അതാണ് നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പം കുറേ എണ്ണം ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് നിന്ന് ഞാൻ ഒരെണ്ണം ഇങ്ങോട്ട് സെലക്ട് ചെയ്തു. ദാറ്റ് ബിക്കംസ് സാമ്പിൾ. ഓക്കെ, ഇനി ഈ സാമ്പിളിൻ്റെ അകത്തുനിന്ന് ഞാൻ ഇനി ഏത് ഓർഡർ ചെയ്യണം എന്നുണ്ട് അല്ലേ. അപ്പോൾ ഏത് ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചില കാറ്റഗറിയും ചില കാര്യങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. വൺ ഈസ് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട്, സെക്കൻഡ് വൺ ഈസ് നമ്മുടെ ടേസ്റ്റ് പ്രിഫറൻസ്. അപ്പം നമ്മുടെ ടേസ്റ്റ് പ്രിഫറൻസും നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് എത്രയാണ്, ഈ 2 കാറ്റഗറിയെ വെച്ചിട്ടാണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഡിഷ് നമ്മൾ ഓർഡർ ചെയ്യാൻ പോകുന്നത്. ഇതൊരു എന്താ പറയുക, ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു കണ്ടൻറ് അനാലിസിസ് ആണ്. അപ്പോൾ ഇങ്ങനെ കണ്ടൻറ് അനാലിസിസ് എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ല എന്നുള്ളത് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നാച്ചുറൽ സെറ്റിങ്സ് വെച്ചിട്ട് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ പലപ്പോഴും ഇതുപോലെയുള്ള കണ്ടൻറ് അനാലിസിസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല. ഇനി നമുക്ക് UG പ്രോജക്റ്റ് എന്നുള്ള ഒരു ഫോക്കസിൽ നിന്നിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കണ്ടൻറ് അനാലിസിസ് ചെയ്യുമ്പം റിട്ടൺ ടെക്സ്റ്റുകളെ കുറിച്ചിട്ടുള്ള കണ്ടൻറ് അനാലിസിസുകൾ നമുക്ക് ചെയ്യാം. ഡോക്യുമെൻറ്റ്സ്, ബുക്സ്, പേപ്പർ, ആർട്ടിക്കിൾസ്, ഇങ്ങനെയുള്ളതിനെ വെച്ചിട്ട് റിട്ടൺ ടെക്സ്റ്റിനെ കുറിച്ചിട്ടുള്ള കണ്ടൻറ് അനാലിസിസ് ചെയ്യാം. ഇനി അനദർ തിങ്, ഓറൽ ടെക്സ്റ്റുകൾ, സേ ഫോർ എക്സാമ്പിൾ സൗണ്ട്, സ്പീച്ചസ്, ഓഡിയോ മെസ്സേജസ്, ലെക്ചേഴ്സ്, ഇങ്ങനെയുള്ളതിൻ്റെ കണ്ടൻറ് അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ തേർഡ് വൺ ഈസ് ഐക്കോണിക് ടെസ്റ്റ് എന്നുള്ള ഒരു രീതിയിൽ, അതായത് ഗ്രാഫ്, പെയിൻറ്റിങ്സ്, പോസ്റ്റേഴ്സ്, ഡ്രോയിങ്സ്, ഇങ്ങനെയുള്ളതിനെ കുറിച്ചിട്ടുള്ള കണ്ടൻറ് അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഓരോരുത്തരുടെ ഇപ്പം ഡാവിഞ്ചിയുടെ പെയിൻറ്റിങ്സിനെ കുറിച്ചിട്ട് കണ്ടൻറ് അനാലിസിസ് നടത്തുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഐക്കോണിക് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ വെച്ചിട്ടും നമുക്ക് കണ്ടൻറ് അനാലിസിസ് നടത്താൻ പറ്റും. ദെൻ ഓഡിയോ വിഷ്വൽ ടെക്സ്റ്റ് വെച്ചിട്ടും കണ്ടൻറ് അനാലിസിസ് നടത്താം. ഉദാഹരണത്തിന് ഫിലിംസ്, MMS, വീഡിയോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ വെച്ചിട്ട് നമുക്ക് കണ്ടൻറ് അനാലിസിസ് നടത്താം. ദെൻ ഹൈപ്പർ ടെക്സ്റ്റ്, അതായത് ഇൻ്റർനെറ്റിലുള്ള ടെക്സ്റ്റ് വെച്ചിട്ടും നമുക്ക് കണ്ടൻറ് അനാലിസിസ് നടത്താം. ഇങ്ങനെ പല രീതിയിലുള്ള ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് കണ്ടൻറ് അനാലിസിസ് നടത്താം. അപ്പോൾ അത് ഏത് വെച്ചിട്ട് വേണം നിങ്ങൾ കണ്ടൻറ് അനാലിസിസ് നടത്തേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ കൺസേൺഡ് ടീച്ചറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ട ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് എന്ത് ഡേറ്റയാണ് ഞാൻ അനലൈസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ എങ്ങനെയാണ് അവയെ ഡിഫൈൻ ചെയ്യുന്നത്, എന്ത് പോപ്പുലേഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്, അതിൻ്റെ അകത്ത് നിന്ന് ഏത് സാമ്പിളാണ് ഞാൻ ഡ്രോ ചെയ്യുന്നത്, ദെൻ എന്ത് തരത്തിലുള്ള അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്, ഇനി എന്തെങ്കിലും നമുക്ക് ബൗണ്ടറീസ് ഉണ്ടോ, ഈ നമ്മൾ അനലൈസ് ചെയ്യുന്നതിന് എന്തെങ്കിലും ബൗണ്ടറീസ് ഉണ്ടോ, എന്തൊക്കെയായിരിക്കും നമ്മുടെ ടാർഗറ്റ് ഓഫ് ഇൻഫറൻസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ധാരണ ഉണ്ടായിരിക്കണം കണ്ടൻറ് അനാലിസിസ് ചെയ്യുമ്പോൾ. ഇനി കണ്ടൻറ്റുകൾ നമ്മൾ കണ്ടൻറ്റുകൾക്കകത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കണ്ടൻറ് അനാലിസിസ് നടത്താൻ പറ്റും. ഇതിലൊക്കെ കണ്ടൻറ്റ് 2 രീതിയിലുള്ള കണ്ടൻറ്റുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. മാനിഫെസ്റ്റ് കണ്ടൻറ്റും ലേറ്റൻറ്റ് കണ്ടൻറ്റും നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഈ ലേറ്റൻറ്റ് കണ്ടൻ്റ് ആണോ മാനിഫെസ്റ്റ് കണ്ടൻ്റ് ആണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ എവിടെ ഡിഫൈൻ ചെയ്യണം, ഓപ്പറേഷണലി ഡിഫൈൻ ചെയ്യുന്നിടത്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഓരോ തീമിനെയും നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ലാസ്റ്റ് തിങ് വിച്ച് ഐ വിഷ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു ഇസ് അബൌട്ട് കോഡിങ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ജെൻഡറിന് നമ്മൾ മെയിൽ ആണെങ്കിൽ 1 എന്നൊരു കോഡ് കൊടുക്കുന്നു, ഫീമെയിൽ ആണെങ്കിൽ 2 എന്ന് കോഡ് കൊടുക്കുന്നു. ദിസ് ഈസ് എ ബേസിക് എക്സാമ്പിൾ ഫോർ എ കോഡ്. ഓക്കെ, ഇനി നമുക്കിപ്പം ഒരു ഡേറ്റ കിട്ടി, ഞാൻ ഫ്രീക്വൻസി കുറേ എണ്ണത്തിൻ്റെ ഫ്രീക്വൻസി ഞാൻ കണ്ടുപിടിച്ചു എന്ന് വിചാരിച്ചു. കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ട് ഞാൻ കുറേ ഫ്രീക്വൻസീസ് കണ്ടുപിടിച്ചു, കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചു. എനിക്ക് അപ്പം 6 മാസത്തെ മാഗസിൻ്റെ അകത്ത് വന്ന അഡ്വർടൈസ്മെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് ഞാൻ നടത്തിയ അനാലിസിസിൽ എനിക്ക് കുറേ ഫ്രീക്വൻസി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മേ ബി ഇറ്റ് റേഞ്ചസ് ഫ്രം 5 to 60 or 70.
അപ്പോൾ ഈ 5 to 60 or 70 എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്പ്രെഡാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കോഡിങ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കോഡിങ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഓക്കെ, ഇപ്പം 5 ലെസ് ദാൻ 10 ആണെങ്കിൽ വിൽ ഗിവ് എ കോഡ് ഓഫ് 1. ഓക്കെ, ബിറ്റ്വീൻ 10 and 20 ആണെങ്കിൽ നമ്മൾ 2 എന്നൊരു കോഡ് കൊടുക്കുന്നു. 30-40 ആണെങ്കിൽ 3 എന്ന് കോഡ് കൊടുക്കുന്നു. 40-50 ആണെങ്കിൽ 4 എന്ന് കോഡ് കൊടുക്കുന്നു. 50-60 എന്നുള്ള റേഞ്ചിലാണെങ്കിൽ 5 എന്ന് കോഡ് കൊടുക്കുന്നു. സോ ഈ 60 വരെ നീണ്ടു കിടന്ന സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്തു, 5 പോയിൻറ്റ്സിലേക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നു. ദിസ് ഇസ് കോഡിങ്. ഫ്രീക്വൻസി വെച്ചിട്ട് കോഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടൻറ്റ് അനാലിസിസ് നടത്തുമ്പോൾ നമ്മൾ ഫ്രീക്വൻസി കണ്ടതിന് ശേഷം നിങ്ങൾ കോഡ് ചെയ്യേണ്ടത്, ഈ ഫ്രീക്വൻസി കോഡിങ് ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. അപ്പോൾ ഈ രീതിയിൽ കോഡ് ചെയ്ത് നമുക്ക് കോൺസെപ്ച്വൽ അനാലിസിസ് ചെയ്യുന്നതായിരിക്കും കൂടുതലും എളുപ്പമായിട്ടുള്ളത്. സോ വി ക്യാൻ കോൺസെപ്ച്വലി ഇവാലുവേറ്റ് ദ കണ്ടൻറ്റ്, എന്നിട്ട് നമുക്കൊരു റിസൾട്ടും അതിലേക്കൊരു കൺക്ലൂഷനിലേക്കും നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, താങ്ക് യു.